റൈറ്ററും ഓണ്ടർപ്രണറും ഒക്കെ ആയ നവീൻ രവികാന്തിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ ഇന്ന് വായിച്ചു. അതിൽ നവീൽ പറയുന്നൊരു കാര്യം, ഈഗോ കുറവുള്ള ആളുകൾ കൂടുതലായിട്ട് സക്സസ് ഉണ്ടാക്കുന്നുണ്ട്, പണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈഗോ എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ എന്നുള്ളൊരു ഭാവമാണ്, എൻ്റെ ഇമേജ്, എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്താണ് വിചാരിക്കുക, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കുറയുന്ന ആളുകൾക്ക് സക്സസ് കൂടുന്നുണ്ട്. നവേല് പറയുന്നത് മണി കൂടുതൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ കിങ് ഖാനെ കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ് ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാനോട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചിട്ട് പറയാം, നിങ്ങളുടെ ആ സിഗ്നേച്ചർ പോസ് ഒന്ന് കാണിക്കൂ പറഞ്ഞാൽ ഷാരൂഖ് ഖാൻ ഇങ്ങനെ കാണിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ആളുകളും ഓരോ മൂവിയുടെ പ്രൊമോഷനും എന്ന് പറഞ്ഞാലും ഇടയ്ക്കിടെ ഇങ്ങനെ ഷാരൂഖ് ഖാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എന്തൊക്കെ പെർഫോമൻസസ് നടത്തണം സ്റ്റേജിൽ. ഈ മൂവീസിൻ്റെ ഈ പ്രൊമോഷൻസിന് വരുന്നത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. ഇതൊക്കെ വളരെ കൂളായിട്ട് അയാൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഞാനേ ആരാ നിങ്ങൾക്കറിയാം, സാക്ഷാൽ കിങ് ഖാനാണ് ഞാൻ. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആളൊന്നും അല്ല. നിങ്ങൾ പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നൊന്നും ഷാരൂഖ് ഖാൻ പറയുന്നില്ല. ഷാരൂഖ് ഖാൻ വളരെ കൂളായിട്ട് ഒരു കുഞ്ഞു വന്ന് പറഞ്ഞാലും എൻ്റെ സിഗ്നേച്ചേഴ്സ് ഇതല്ലേ, ഞാൻ എങ്ങനെ എന്നൊക്കെ പറയും ഷാരൂഖ് ഖാൻ. സോ ആലോചിച്ച് നോക്കൂ, ഈഗോ കുറവാണ്. ഷാരൂഖ് ഖാൻ അങ്ങനെ ചെയ്യുന്നു, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു. ഷാരൂഖ് ഖാനെ കുറിച്ച് ആളുകൾ എന്ത് പറഞ്ഞാലും ഷാരൂഖ് ഖാൻ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്തൊക്കെ ഗോസിപ്സ് ഈ ആക്ടേഴ്സ് കേൾക്കുന്നുണ്ടാവും. ആ നടനും ആ നടിയും തമ്മിൽ ഉണ്ടെന്ന്, അവർ കല്യാണം കഴിക്കുമെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ. ഇതൊക്കെ അവർ ഈ ചെവി കേട്ട് ഈ ചെവിയിലൂടെ ഇങ്ങോട്ട് ഒഴിവാക്കല്ലേ. സോ ഈഗോ കുറവാണ് ഒരർത്ഥത്തിൽ അവർക്കൊക്കെ അല്ലേ. നമുക്കാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെക്കുറിച്ച് ഒരാളിങ്ങനെ പറയുന്നു, ഒരു മീഡിയയിൽ ഒരു വാർത്ത വരുന്നു, നമ്മൾ തകർന്നു പോകും. നമ്മൾ ഇനി അഭിനയമില്ല, ഇനി ഒരു ഏർപ്പാടും ഇല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. സോ ഈഗോ, ഞാനുള്ള ഭാവം, എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ള ചിന്തകൾ, ഇതൊക്കെ കുറവുള്ള ആളുകൾ കൂടുതലായിട്ട് സക്സസ് ഉണ്ടാക്കുന്നുണ്ട്, കൂടുതൽ പണവും ഉണ്ടാക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയക്കാരൻ നോക്കൂ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത വർഷം ഇതേ നേരത്ത് അവർ പറഞ്ഞത് അവർ തന്നെ മറന്നിട്ടുണ്ടാവും, അവർ നേരെ ഓപ്പോസിറ്റുള്ള എന്തെങ്കിലും പറയും. അപ്പോൾ അവർ ചിന്തിക്കില്ലേ, ഈ ജനങ്ങളോടല്ലേ ഞാനിതൊക്കെ പറയുന്നത്, അവരുടെ അടുത്ത് തന്നെ പോയിട്ട് ഇത് തിരിച്ചും പറഞ്ഞത് മോശമല്ലേ എന്നൊക്കൊന്നും അവർക്കറിയാം. ജനങ്ങളല്ലേ ആൾക്കാർ, അവരതൊക്കെ മറന്നോളും. ഇന്നലെ വരെ ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റേ പാർട്ടിയെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുകയും ചീത്ത വിളിച്ച് FBയിൽ പോസ്റ്റ് ഇടുകയും ചെയ്യുന്ന ആള് അടുത്ത ദിവസം ഒരു നാണോ ഒരു മാനോ അല്ലാതെ തെറി വിളിച്ച പാർട്ടിയിൽ പോയിട്ട് ആ പാർട്ടിയുടെ നേതാവാവും. ആലോചിച്ച് നോക്കൂ, അയാൾ ചിന്തിക്കുകയാണ്, ഞാനിങ്ങനെ ചെയ്ത എൻ്റെ ഡിഗ്നിറ്റി എന്താവും, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക, എൻ്റെ ഇമേജ് എന്താവും. അവർക്കറിയാം ജനങ്ങൾ അതൊക്കെ മറക്കും. ഇതല്ലെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞു, ജനങ്ങൾ മറക്കും. നമ്മൾ കുറച്ച് ജനങ്ങൾ പറയും, ജനങ്ങൾ എങ്ങനെ പോളിഷ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോവാം. എൻ്റെ പേർപ്പസ് എന്താണോ, അധികാരം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ മോശമല്ലേ എന്നൊക്കെ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബേഴ്സിന്റെ കാര്യം തന്നെ എടുത്ത് നോക്കും, എത്ര നെഗറ്റീവ് കോമൻസ് ആണ് അവർക്ക് വരുന്നത്. അവരതിനെയൊക്കെ കൂളായിട്ട് ഒഴിവാക്കിയിട്ട് അവരുടെ ജോലിയും ചെയ്ത് അവരങ്ങനെ പോകുന്നില്ലേ. ഇപ്പോൾ അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലേ ഒരു 10-15 നെഗറ്റീവ് കോമൻസ് വന്നു, നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ സംസാരത്തെക്കുറിച്ച്, എന്തൊക്കെയോ ആയിക്കോട്ടെ, നമ്മുടെ പെർഫോമൻസസിനെ കുറിച്ചൊക്കെ നെഗറ്റീവ് കോമൻസ് വന്നു, നമ്മളാകെ തളരും. നമ്മൾ വിചാരിക്കും, ഞാൻ ഇങ്ങനെയാണോ, എന്നെക്കുറിച്ച് അവരങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വീഡിയോ ചെയ്യണ്ടേ, കോൺഫിഡൻസ് നഷ്ടപ്പെടും. പക്ഷെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവർ കൂളായിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ. ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറയുന്നു, ഞാനും വൈഫും വീഡിയോ ചെയ്യുന്നതിനിടയിൽ ഒരുത്തൻ ഇങ്ങനെ കോമെന്റ് ചെയ്തു, അവനൊന്നും വീട്ടിൽ അമ്മയും പെങ്ങളുമില്ലേ, അവൻ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഒരുത്തൻ പറയുന്നു. എന്താ അതിൻ്റെ കഥ, ഈ മനുഷ്യരെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. ആക്ച്വലി ഒരു നെഗറ്റീവായൊരു സംഗതി വരുമ്പോൾ കൂടുതൽ ആളുകൾ കാണും. അതിൻ്റെ തംബ്നെയിൽ കരയുന്നൊരു പോസ് അങ്ങനെയൊക്കെ ചെയ്ത കൂടുതൽ ആളുകൾ കാണും. സോ അതിനും അയാൾക്ക് പണം കിട്ടി. ശരിക്കും അയാൾക്ക് അതിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാളുടെ പ്രൈവസി ഉള്ള കാര്യങ്ങൾ, അയാളുടെ പ്രൈവറ്റായ കാര്യങ്ങൾ അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാതിരിക്കും. അയാൾ വീണ്ടും അത് തന്നെ ആവർത്തിക്കും. അയാളിപ്പോൾ ഭാര്യയെക്കുറിച്ച് അത് പറഞ്ഞു, കുഞ്ഞിനെക്കുറിച്ച് അത് പറഞ്ഞു എന്ന് പരാതി പറഞ്ഞ് വീഡിയോ ഇട്ട് കാശുണ്ടാക്കുന്ന അതേ മനുഷ്യൻ വീണ്ടും അവരെ കാണിച്ചുകൊണ്ടേയിരിക്കും. കുറേ ആളുകളാണ് കാണുന്നതിൽ, അതിൽ ചില 1-2 ആളുകൾക്ക് ഇങ്ങനെ പല ചിന്താഗതികളൊക്കെ ഉള്ള ആളുകളാവും. അവർ കോമെന്റ് ഇട്ടുകൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അവർക്കതൊന്നും വിഷയമേ ഇല്ല എന്നുള്ളതാണ്. സോ എന്നെക്കുറിച്ച് മറ്റാളുകൾ എന്ത് വിചാരിക്കുന്നു, എൻ്റെ ഒരു ഇമേജ് കുറയുമോ,
അവരുടെ പേർപ്പസ്, അവർ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനാണ് ഇറങ്ങിയതെങ്കിൽ അത് ചെയ്ത് അവർ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു അവിടെ. നമ്മളെ പേർപ്പസും ചെയ്യില്ല, നമുക്ക് പിന്നെ അത് ചെയ്യാൻ തന്നെ തോന്നില്ല. ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും. ബോബി ചെമ്മണ്ണൂരിന് ചെമ്മണ്ണൂർ എന്നുള്ളൊരു സാമ്രാജ്യമാണ് കൈക്കിട്ട്. ബോച്ച ഇങ്ങനെ ആലോചിച്ചു, അപ്പുറത്ത് കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ട്, മലബാർ ജ്വല്ലേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ജ്വല്ലേഴ്സിനൊക്കെ അവരുടെ എന്തെങ്കിലും പദ്ധതികൾ അല്ലെങ്കിൽ പരസ്യങ്ങൾ ജനങ്ങളുടെ അടുത്ത് എത്തിക്കണമെങ്കിൽ കോടികൾ പൊടിക്കണം, മോഡൽസിന് പൈസ കൊടുക്കണം, കോടികളാണ് പരസ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത് ആ ബ്രാൻഡിന്റെ പേര് നിലനിർത്താൻ. ബോച്ച ആലോചിച്ചു, ഞാൻ തന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാലേ പിന്നെ ഈ മോഡൽസിന് പണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നു, ആളുകളിലേക്ക് എത്തുന്നു, കൂളാണ്. അങ്ങനെ ബോച്ചെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തൻ്റെ ഡ്രസ്സിങ്ങിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ഗാന്ധിജി പണ്ട് ചെയ്ത അതുപോലത്തെ ഒരു ടെക്നിക്ക്. എല്ലാവരും കോട്ടും ടൈയൊക്കെ ഇട്ട് മീറ്റിങ്ങിന് പോകുമ്പോൾ ഗാന്ധിജി വളരെ കൂളായി സിമ്പിളായിട്ട് പോയി. അപ്പോൾ വിദേശ മീഡിയാസ് അത് ശ്രദ്ധിച്ച് അവരുടെ നാട്ടിൽ അതിന് വലിയ പബ്ലിസിറ്റി ഉണ്ടായി എന്നാണ് പറയുന്നത്. അതുപോലെ ബോച്ചയുടേതായൊരു ഡ്രസ്സിങ് സ്റ്റൈൽ കൊണ്ടുവന്നു. അതിനുശേഷം മറഡോണയായിട്ട് കൊളാബറേഷൻ നടത്തി. അതിനുശേഷം രക്തദാനം എന്ന് പറഞ്ഞ് കുറേ ഓടി നോക്കി. പക്ഷെ ഇതൊന്നും വിചാരിച്ച റീച്ച് കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പബ്ലിസിറ്റി എത്തി ആളുകളുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലാൻ കുറേ ടൈം എടുക്കും. അപ്പോഴാണ് ബോച്ചയ്ക്ക് ഒരു ഐഡിയ കിട്ടിയത്. എന്താന്ന് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് പയറ്റിയ സെയിം തന്ത്രം. അവർക്ക് ട്രോൾ ചെയ്യാൻ ജനങ്ങൾക്കിടയിൽ കോണ്ടൻസ് കൊടുക്കാം. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ ട്രോൾ ചെയ്തിട്ട് പെട്ടെന്ന് ആളുകളിലേക്ക് അത് സ്പ്രെഡ് ആവും. സന്തോഷ് പണ്ഡിറ്റ് അത് വിജയിപ്പിച്ച സ്ട്രാറ്റജിയാണ്. അങ്ങനെ സ്പ്രെഡായി. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് ആളുകൾക്ക് ഒരു കളിയാക്കുന്ന ഒരു ഇമേജ് ഒക്കെ ഇങ്ങനെ പോയപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ത് കാട്ടി, ചാരിറ്റി അങ്ങോട്ട് ചെയ്തിട്ട് ആ ഇമേജിനെ മറച്ചിട്ടു. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന്റെ ആളുകൾ എല്ലാവരും അറിയുകയും ചെയ്തു. ചാരിറ്റിയിലൂടെ ആ നെഗറ്റീവ് പബ്ലിസിറ്റിയെ പോസിറ്റീവ് പബ്ലിസിറ്റി ആക്കുകയും ചെയ്തു. ബോച്ച നേരെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആളുകളുടെ ഇടയിലെത്തി. ബോച്ച പലരെയും ട്രോളും, വളരെ വൾഗറായ പല സംഭാഷണങ്ങളും നടത്തും. വൾഗറായ വീഡിയോസൊക്കെ അതും ഇതൊക്കെ പറഞ്ഞ് ആളുകളെ ട്രോളുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അത് ആളുകൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ആളുകളിലേക്കൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി എത്തി. പിന്നെ ആസ് യൂഷ്വൽ ചാരിറ്റി എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ ജനങ്ങളിലേക്കൊക്കെ എത്തി. ഇപ്പോൾ ബോച്ചയുടെ അടുത്തൊരു പദ്ധതിയായ ഒരു ടീ പൗഡർ, അത് വിൽക്കാൻ, അത് ആളുകളിലേക്ക് എത്താൻ ബോച്ചയ്ക്ക് ഒറ്റ ലൈവിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. പക്ഷെ ഞാൻ വേറെ കാര്യം ആലോചിച്ചു. ബോച്ച ഓൾറെഡി ആളുകൾ അറിയുന്ന ഒരു ഫാമിലിയിൽ പെട്ട ഒരാളാണ്. ബോച്ചയ്ക്ക് ഒരു പെൺകുഞ്ഞുണ്ട്, ഇപ്പോൾ ഒരു പെൺകുട്ടിയുണ്ട്. അതിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. അവരുടെ വീട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ വൾഗറായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഇമേജ് എന്താവും, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുക? ഞാൻ ഇങ്ങനെയൊക്കെ അതും ഇതൊക്കെ വൾഗറായിട്ട് പറഞ്ഞാലേ മറ്റുള്ളവരെന്ത് ചിന്തിക്കും? ഞാൻ ഈ ചെമ്മണ്ണൂർ എന്നുള്ളൊരു വലിയ പാരമ്പര്യമുള്ളൊരു ബ്രാൻഡിൻ്റെ അധിപനാണ്. ഇത്രയും വർഷത്തെ തലമുറകളായിട്ട് കൊണ്ടുവന്ന ഒരു ബ്രാൻഡല്ലേ, അത് കൊണ്ടുവന്ന ഞാനാണ്. എൻ്റെ അച്ഛൻ്റെ പേര് മോശമായില്ല, എൻ്റെ മുത്തച്ഛൻ്റെ പേരൊക്കെ മോശമാകുമോ? ഇങ്ങനെയൊന്നും ബോച്ച ചിന്തിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത് ബോച്ച ഒരു ബ്രാൻഡ് ഉണ്ടാക്കി, പേഴ്സണൽ ബ്രാൻഡ്. അത് പക്ക സ്ട്രാറ്റജിക്കലായിട്ട് ഉണ്ടാക്കി. അടുത്തൊരു കമ്പനി ഉണ്ട്, അത് ഓൺ ചെയ്യണമെങ്കിൽ ബോച്ചയ്ക്ക് വളരെ സിമ്പിളാണ്. ഒറ്റ ലൈവ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ബ്രാൻഡാണ് അവിടെ ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്നെക്കുറിച്ച് എന്താ മറ്റുള്ളവർ ചിന്തിക്കുക എന്നൊന്നും ബോച്ച ചിന്തിച്ചില്ല. ബോച്ചയുടെ പേർപ്പസിനെ ഫോളോ ചെയ്തു. നമുക്ക് പലർക്കും ഒരു ചിന്താഗതി ഉണ്ടാവും, എൻ്റെ ഇമേജ്, എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എൻ്റെ ക്രെഡിബിലിറ്റി എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവും. അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അളവ് വളരെ കൂടുതലാവും. എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പല നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഉപയോഗിക്കാതെ വിട്ടിട്ടുണ്ടാവും. പല മനുഷ്യരോട് പോയിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ നമ്മൾ വിട്ടിട്ടുണ്ടാവും. നമുക്ക് കിട്ടുന്ന പല അവസരങ്ങളും എൻ്റെ ഇമേജ് പോയാലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ലൈഫിലുടനീളം ചിന്തിച്ചു പോകും. നമുക്ക് കിട്ടാനുള്ള പല 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 അവസരങ്ങളെയും തല്ലിക്കെടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക. ഇതൊക്കെ ഈഗോയിൽ പെടില്ലോ. നമ്മുടെ ഈഗോ കുറച്ചാലാണ് നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഇപ്പോൾ ഞാൻ പല ബിസിനസ് പേഴ്സൺസിനെയും കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെയൊക്കെ എപ്പോഴും 5-6 ആളുകളുണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഈ 5-6 ആളുകളെ കൊണ്ടൊക്കെയാണല്ലോ ഇവരിപ്പോഴും നടക്കുന്നത്. ഇവർക്കൊരു പ്രൈവസി, അവർക്കും പ്രൈവസി ഉണ്ടല്ലോ. ഇവരുടെ പ്രൈവസി എന്താവും എന്നൊക്കെ. ഇപ്പം എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ പ്രൈവസിയാണ്. അതുപോലെ അവരുടെ പ്രൈവസിയെ കുറിച്ച് അവരെന്താ ചിന്തിക്കുക, അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. നമ്മളൊരു ടീമുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ എൻ്റേത് എന്നുള്ളൊരു ഈഗോ ഒക്കെ
നമ്മൾ കുറയ്ക്കേണ്ടി വരുന്നുള്ളതാണ്. പറഞ്ഞാൽ മറ്റു മനുഷ്യരുമായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈഗോ ഒക്കെ കുറച്ചൊക്കെ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ബിസിനസ് പേഴ്സൺസ് ഒക്കെ എപ്പോഴും ആളുകളെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ ഈഗോ പൊതുവെ നമ്മളെക്കാൾ കുറവാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു 1-2 ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ ഈഗോ കാരണം പല പല പ്രശ്നങ്ങൾ, അടി ഇടി. സോ ഈഗോ പൊതുവെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ സക്സസിനെയും കൂട്ടും, നമുക്ക് പണം ഉണ്ടാക്കാനുള്ള സാധ്യതയും തുറന്നു തരും. ഇറ്റ്സ് മീ MK ജയദേവ്.